കുംഭമേള കാണാനുള്ള യാത്രയാണ്. കൊച്ചിയിൽ നിന്ന് ബാംഗ്ലൂർ വഴി വാരണാസിയിൽ നിന്ന് ഒരു ചെറിയ ടാക്സി പിടിച്ചിട്ടാണ് നമ്മളെ കുംഭമേള നടക്കുന്ന സ്ഥലത്തേക്ക് പോയിട്ടുള്ളത്. അപ്പോൾ അതവിടെ എത്തി. ഭയങ്കര കത്തി വിശപ്പ്, എന്തൊക്കെയോ കഴിക്കണം. സമൂസ ചാട്ടാന്ന് തോന്നുന്നുണ്ട്. ഇത് ഒരു പ്ലേറ്റ് അത് കഴിച്ച് ഇന്നത്തെ ദിവസം ആരംഭിക്കുകയാണ് നമ്മൾ. അത് നമ്മുടെ ഡ്രൈവറായിരുന്നു, അയാളൊരു വഴിയിൽ നിർത്തിയതാണ്. ആ ബോൾ പോലത്തെ സാധനം ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതും ഒരു പ്ലേറ്റ് ചോദിച്ചു. കാരണം ഇനി പോണ വഴിക്ക് വേറെ ഇതൊന്നുമില്ല. കാരണം ഫ്ലൈറ്റിന് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇൻഡിഗോ അല്ലേ. നേരെ നാല് മണിക്കൂർ എടുക്കും എവിടേക്ക്, കുംഭമേള നടക്കുന്ന സ്ഥലത്തേക്കുള്ള മെയിൻ പോയിന്റിലേക്ക് എത്താൻ വേണ്ടിയിട്ട് വാരണാസി എയർപോർട്ടിൽ നിന്ന്. ഞാൻ കാറിലിരുന്ന് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക, മറ്റാൾ ഡ്രൈവിങ്ങും. ബസ്സിലൊക്കെ പോകണമെന്നുണ്ടായിരുന്നു, പക്ഷേ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് കാറ് പിടിച്ച്. കാറിൻ്റെ ഉള്ളിൽ നിന്ന് ഭക്ഷണം ചില ആൾക്കാർ സമ്മതിക്കാറില്ല, ഇയാളൊരു പാവമായി കണ്ട് സമ്മതിച്ചു. ഇതാണ് നമ്മുടെ കുംഭമേള നടക്കുന്ന സ്ഥലം. ഇവിടെ റൂം കിട്ടാനില്ല, ടാക്സിക്കാരവിടെ തന്നെ ഇട്ടിട്ട് പോയി. ഇനി ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഈ കാണുന്നത് വെറുതെ ഫ്രീ ആയിട്ട് കൊടുക്കണതാണ് കേട്ടോ. ഞാൻ സെക്കൻഡ് ഡേ ആണ് കുംഭമേളയിൽ എത്തിയിട്ടില്ല, അതുകൊണ്ട് പരിപാടികളൊന്നും കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ ഉള്ള ഒരു ഇലക്ട്രിസിറ്റി ഇട്ട് കൊടുത്തിട്ടുണ്ട്, ചാർജിങ് ഉണ്ട്. എല്ലാ പാവപ്പെട്ടവരും അവിടെ വന്നിരിക്കുന്നുണ്ട്. ഞാൻ കുറച്ച് നേരം അവിടെ പോയി ഇരുന്നു. എനിക്ക് ഭയങ്കര തണുപ്പ്. ആൾക്കാർ പുറത്ത് തീ കഴിഞ്ഞുണ്ടാവും. ഒക്കെ മീൻസ് എല്ലാ നാട്ടിൻപുറത്തു നിന്നുള്ള വില്ലേജേഴ്സാണ്. നമുക്കാണെങ്കിൽ ഒരു ചെറിയൊരു ഭയം വന്നു തുടങ്ങി. ഞാൻ അവിടെ അതിൻ്റെ ഉള്ളിൽ കിടന്നു കഴിഞ്ഞാൽ എന്താവും സ്ഥിതി എന്ന് അറിയില്ല. കാരണം മൊബൈൽ ചാർജ് ചെയ്യണം, പാസ്പോർട്ടുണ്ട്, 2 മൊബൈലുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നേരെ ദുബായിലേക്കിന് പോകേണ്ടത്. അതുകൊണ്ടാണ് അവസാനം ഞാനൊരു റൂം തപ്പിപ്പിടിച്ചു. ഒരു ദിവസത്തേക്ക് 1800 രൂപ. ഏതോ ഒരു വീടിൻ്റെ ബാത്റൂം പോലത്തെ സ്ഥലത്താണ് കിട്ടിയിട്ടുള്ളത്. കാർബോർഡ് കൊണ്ടൊക്കെ അടിച്ചുണ്ടാക്കിയിട്ടുള്ളത്. അവർ കാശുണ്ടാക്കാനുള്ള പരിപാടി തന്നെയാണെന്ന് തോന്നുന്നുണ്ട്. അല്ലെ കുംഭമേള എന്ന് പറഞ്ഞാൽ കാശുണ്ടാക്കൽ തന്നെ അവിടുത്തെ ലോക്കൽസിന്. ഈ റൂമാണ് കിട്ടിയത്. അത് കഴിഞ്ഞ് കാലത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് അമ്മയും മോനാണ് കേട്ടോ അതുണ്ടാക്കി വിൽക്കണത്. ആ ചെക്കനാണ് എനിക്ക് ഇന്നലെ റൂമൊക്കെ ആക്കി തന്നെ. അപ്പോൾ അവൻ 2 വീലർ റൈഡ് ചെയ്യാനുള്ള. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ വാ എന്നെ ഒന്ന് കൊണ്ടുപോകുന്നു. 2 വീലറിൽ മൂപ്പർ എന്നെ പിക്ക് ചെയ്യാൻ വന്നു. അത് കഴിഞ്ഞ് സ്നാൻസിലെത്തിക്ക് കൊണ്ടുപോയി. കാരണം നമുക്ക് ആരെങ്കിലും ഒരു കൂട്ട് വേണ്ടേ. ഇതില്ലെങ്കിൽ മൊബൈലൊക്കെ കരയിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു ഓടിപ്പോയാൽ കഴിഞ്ഞില്ലേ. ഇതാണ് അവൻ്റെ 2 വീലറിൻ്റെ മേലിരുന്നത്. ഞാൻ ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് കണ്ടുകൊണ്ടിരിക്കുക. അടിപൊളി സെറ്റപ്പിൽ അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വെള്ളം ഫിൽറ്റർ ചെയ്യാനുള്ളതൊക്കെ ചെയ്തിരുന്നു. ഞാൻ ഇപ്പോൾ 2ാം ദിവസമായതുകൊണ്ട് വെള്ളത്തിന് അധികം അഴുക്കൊന്നും ആയിട്ടില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ കുളിച്ച് പോരാൻ പറ്റും. പിന്നെ ഒരു ദിവസത്തേക്ക് നല്ല റൂമിനൊക്കെ 15,000 രൂപയൊക്കെയാണ് അവർ പറയുന്നത്. നമുക്ക് അത്രയ്ക്കൊന്നും സ്പെൻഡ് ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് എനിക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് സ്നാനം ചെയ്ത് പോവാം. കഴിഞ്ഞ കുംഭമേളയ്ക്ക് ഞാൻ പോയിരുന്നു അലഹബാദിൽ തന്നെ. ഇത് വിട്ടുകളയേണ്ടെന്ന് വെച്ചിട്ടാണ് നമ്മൾ നേരെ കുളിക്കുന്ന പോയിന്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. പയ്യൻ 2 വീലർ അടിച്ചു വിളിക്ക് പൂഴിയാണ് കേട്ടോ. പൂഴിയിൽ ഈ 2 വീലർ പോകാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇടയിൽ തകര ഷീറ്റ് പോലത്തെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മേലെ കൂടിയാണ് നമ്മൾ റോഡ് പോലെ ഓടിച്ചു പോകാൻ പറ്റുന്നത്. നല്ല സ്പീഡിലാണ് വണ്ടി ഓടിക്കുന്നത്. അത് പാലം പോലെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് കണ്ടില്ലേ. അതങ്ങനെ ഇതിൽ പല സ്ഥലത്തും റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഒരുപാട് ഏരിയ ഉണ്ട് കേട്ടോ. അത് നടന്ന് പോകാൻ എളുപ്പമുള്ള സംഭവമല്ല. വണ്ടികൾ തിരക്കൊന്നും ആയിട്ടില്ല അത്രയ്ക്കധികം. കാരണം ഞാൻ പെട്ടെന്ന് തന്നെ വന്നു. ആളുകളൊക്കെ ഓരോന്ന് വന്നുകൊണ്ടിരിക്കണം. നല്ല തണുപ്പാണ് കേട്ടോ. തണുപ്പ് സഹിക്കാൻ വയ്യ. അതെങ്ങനെ അവിടെ മുങ്ങി കുളിക്കുന്ന ആലോചിച്ചിട്ടാണ് മനുഷ്യൻ ടെൻഷനായിട്ട് വയ്യ. ആളുടെ മെയിൻ കുളിക്കടവിൻ്റെ അവിടെ എത്താറായി. ഇതാണ് എൻട്രൻസ്. ചെറിയൊരു അമ്പലമുണ്ട് ഇവിടെ, ഇതിൻ്റെ ഓപ്പോസിറ്റ്. വണ്ടി നമ്മളവിടെ പാർക്ക് ചെയ്തു. അപ്പോൾ അവനോട് പറഞ്ഞു ആദ്യം കുളിച്ചിട്ട് വരാൻ, എന്നിട്ട് നമുക്ക് അമ്പലത്തിലേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് പോകാം. അത് വലിയ തിരക്കൊന്നുമില്ല. അവിടെ ബോട്ടിൽ കൊണ്ടുപോകുന്നുണ്ട് സെൻറ്ററിലേക്ക്. അതിനകത്ത് അത് എടുത്തില്ല. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒറ്റയ്ക്കാണ്ട് ബോറിംഗ് ആയിരുന്നു. അവിടെ കെട്ടിയിട്ട് ഉള്ള കണ്ടില്ലേ, അതിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ ഇവിടെ അല്ല. പോയിട്ടൊന്ന് മുങ്ങി വരാം. മുട്ടറ്റ തന്നെ വെള്ളമുള്ളൂ, കമന്ന് എടുക്കണമെന്ന് തോന്നും. എന്തായാലും ആ പയ്യൻ്റെ കയ്യിൽ മൊബൈൽ കൊടുത്തിട്ട് ഒരു വീഡിയോ എടുക്കാൻ പറഞ്ഞു. എൻ്റെ മുട്ടത്ത് നിന്നിട്ട് ഒന്ന് കുളിച്ച് പ്രാർത്ഥിച്ച്
വരാനുള്ള പരിപാടിയാണ്. എന്തോ മൊത്തത്തിലൊരു എൻ്റെ മൂഡ് ശരിയായിരുന്നില്ല കേട്ടോ, അല്ലെങ്കിൽ അങ്ങോട്ടൊക്കെ പോകുമായിരുന്നു. ഇപ്പോൾ ആലോചിക്കുന്നു അത് പോകാമായിരുന്നു എന്നൊക്കെ. ഇപ്പോൾ ആ സമയം എന്തോ റൂം കിട്ടാത്തതിൻ്റെയും ഒക്കെ ആയിരിക്കും. ജസ്റ്റ് ഒന്ന് മുങ്ങി അറിയാവുന്ന ദൈവങ്ങളൊക്കെ പ്രാർത്ഥിച്ച് പതുക്കനെ കുളിച്ച് കയറണം. അവിടെ പുറത്ത് തിരികെത്തിക്കാൻ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു, തിരികെത്തിക്കാൻ ആൾക്കാർക്ക് ദീപത്തിൻ്റെ ഒരു കൊണ്ടുവരും. അതൊന്ന് തിരികെത്തിച്ച് പ്രാർത്ഥിച്ച് പോകാമെന്ന് വെച്ചു. അത് കത്തൂലല്ലോ ഈ കാറ്റിൻ്റെ ഇടയിൽ തിരികെത്തിക്കാൻ നിന്ന് കഴിഞ്ഞാൽ. അപ്പോൾ ഇതാണ് 3 നദികളെ സംഗമിക്കുന്ന സ്ഥലം, ഗംഗ, യമുന, സരസ്വതി. അതിലൊരെണ്ണം സരസ്വതി റിവർ അണ്ടർഗ്രൗണ്ട് പോകണമെന്നറിയാമല്ലോ, അത് മിത്താണ്, പാതാളത്തിൽ കൂടെ ഒഴുകുന്ന നദിയാണ്. ബാക്കി 2 സംഗമസ്ഥാനമാണ് അവിടെ, നല്ല ഒഴുക്കുണ്ട്. അതാ ഈ ചേച്ചിരുന്ന് ഞാനും ഒരു ചന്ദനത്തിരിയും പൂവൊക്കെ വാങ്ങി ഒന്ന് കത്തിക്കാമെന്ന് വെച്ചു. മൊബൈൽ നമ്മുടെ പയ്യൻ്റെ കൊടുത്തിട്ട് കത്തിച്ച് നമ്മുടെ ബോട്ട്, ചെറുപ്പത്തിൽ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ഉണ്ടാക്കുന്ന ബോട്ടുണ്ടല്ലോ, കടലാസ് ബോട്ട് ഉണ്ട്, ഒഴുക്കി കിട്ടും. കുറിയൊന്നും തൊട്ടില്ല, നേരെ സൈഡായിട്ട് അമ്പലത്തിലൊക്കെ പോയി വാരണാസി പോയിട്ട് നാളെ തന്നെ തിരിച്ച് പോകാനുള്ളൊരു മൂഡായിരുന്നു. അധികം നിൽക്കാനും തോന്നണില്ല. പയ്യനോട് പറഞ്ഞു തന്നെ 1-2 സ്ഥലം കൊണ്ടൊന്ന് കറക്കി കുറച്ച് സ്വാമിമാരെയൊക്കെ ഒന്ന് കണ്ടിട്ട്, നാഗസന്യാസിമാരെങ്ങാനും ഉണ്ടോ, അവരെ കാണാൻ പറ്റുമോ എന്നൊക്കെ ഒന്ന് നോക്കിയിട്ട് വരാൻ. ഇവിടെ വരെ വന്നതല്ലേ, പക്ഷെ അവരെ കാണാമെന്ന് പറഞ്ഞാൽ ഒരു ചടങ്ങാണ്. നല്ല ആൾക്കാരെന്ന് അത് നമ്മളെ മൈൻഡേ ഇല്ല. പിന്നെ ഒരു അമ്പലമുണ്ട്, നമ്മളിപ്പോൾ അതൊരു ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് കിടക്കാൻ പോകണം കേട്ടോ. ഇതിൻ്റെ പേരാണ് വേണി മാധവ് ക്ഷേത്രം. ഗംഗാനദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യണ മഹാവിഷ്ണുവിൻ്റെ ഒരു രൂപമാണ് വേണി മാധവ്. ഈ പ്രയാഗ്രാജിലെ 12 മാധവ് ക്ഷേത്രങ്ങളിൽ ഒന്നാണ്. ഓരോ ക്ഷേത്രവും വിഷ്ണു ഭഗവാന്റെ വ്യത്യസ്ത രൂപങ്ങളെ പ്രതിനിധീകരിക്കണം. നമുക്ക് ഇവിടെ നിന്നിട്ട് ഗംഗാനദിയുടെ അടിപൊളി വ്യൂ കാണാം. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ഇവിടെ ഇരുന്ന് ധ്യാനിക്കാനൊക്കെ നല്ല രസമായിരിക്കുന്നു പറയണം. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ മഴക്കാലത്ത് ഇതിൻ്റെ അടുത്ത് വരെ വെള്ളം പോകും. അതിന് ഇത്രയും ഹൈറ്റിൽ കെട്ടിയിട്ടുള്ളത് ശ്രദ്ധിച്ചോ? അതായത് അടിയിൽ നിന്നും അത്ര ഹൈറ്റ് ഉണ്ട്. അത് മഹാദേവൻ്റെ ഫോട്ടോസ് അവിടെ ഉണ്ട്. നമുക്ക് ഉള്ളിൽ പോയിട്ട് വിഗ്രഹത്തിൻ്റെ വീഡിയോ എടുക്കാൻ അവർ സമ്മതിക്കില്ല. ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ചീത്തയാക്കും. അതുകൊണ്ടാണ് ഞാൻ പിന്നെ റിസ്ക് എടുക്കാത്തത്. ഇങ്ങനെയൊക്കെ പടം എടുക്കണ കണ്ടോ എല്ലാവരും. അപ്പോൾ ഞാനത് ചെയ്തു. നമുക്ക് പതുക്കനെ ഇറങ്ങി കുറച്ചങ്ങോട്ട് പോയിട്ട് വേറൊരു ക്ഷേത്രം കൂടി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവിടേക്കൊന്ന് പോയി വരാം. കണ്ടില്ല, ഇത്രയും ഹൈറ്റ് ഉണ്ടല്ല. വെച്ചിട്ടുണ്ടെങ്കിൽ മഴക്കാലത്ത് വെള്ളം കയറും. അതുകൊണ്ടാണ് അവിടെ ഇത്രയും പൊക്കി കെട്ടിയിട്ടുള്ളതെന്ന് തോന്നുന്നു. ഇതാ നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് നാഗവാസുകി ക്ഷേത്രം എന്ന് പറയണ്ട. ഇവിടെ പോലീസുകാർ കൂടുതൽ നിൽക്കുന്നുണ്ട്. ഈ ക്ഷേത്രം കുറച്ച് പ്രാധാന്യമുള്ളതാണ് കേട്ടോ. നമ്മുടെ ഹിന്ദുമതത്തിലെ സർപ്പരാജാവാണ് വാസുകി. ഇത് വാസുകി നാഗനെ ഉദ്ദേശിച്ചിട്ടുള്ളൊരു ക്ഷേത്രമാണ്. നമ്മുടെ ഐതിഹ്യത്തിലെ പാലാഴി മദന സമയത്ത് നമ്മുടെ വാസുകി നാഗത്തിനെ മോതിരം പോലെ ഉപയോഗിച്ചു. അതിനുശേഷം അദ്ദേഹം വിശ്രമിച്ചത് ഈ സ്ഥലത്താണ്. ഈ പ്രയാഗിലായിരുന്നു വിശ്വാസം. അപ്പോൾ ഈ സ്ഥലത്തെ ഈ സ്ഥലം വാസുകിയുടെ ടൈഡ് മാറ്റിയെന്നോ അതോ ബാധകൾ മാറ്റിയെന്നുള്ളൊരു വിശ്വാസമുണ്ട്. അതുകൊണ്ട് അവിടെ ഒരു അമ്പലം പണിതു. ഇതിൽ നാഗപഞ്ചമി ദിവസത്തിലാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഉത്സവം. എന്തായാലും ഈ സ്ഥലത്തും കുറച്ച് അടിപൊളിയായിട്ടുണ്ട്. വാസുകി ദേവൻ്റെ ഒരു അമ്പലം ഞാൻ വേറെ പോയിട്ടില്ല, എൻ്റെ ഓർമ്മയിൽ ഞാൻ പോയിട്ടില്ല. നമ്മുടെ ഹിന്ദുമതത്തിലെ സർപ്പരാജാവാണ്. ഇതിൻ്റെ പ്രയാഗ്രാജ് ദരഗഞ്ച് എന്ന പ്രദേശത്തായിരുന്നു കേട്ടത്. ഞങ്ങൾ പതുക്കനെ അവിടെ നിന്ന് 2 വീലറിൽ വിട്ട് പഴക്കച്ചവടക്കാരനോട് ചോദിക്കുക എവിടെയാണ് ഈ നാഗസന്യാസിമാരൊക്കെ ഇരിക്കണേന്നുള്ളത്. അപ്പോൾ അവർക്കും കറക്റ്റ് അറിയാമെന്നില്ല. അങ്ങനെ ഇവർക്കൊക്കെ ഓരോ അഗാധകളാണ്. അപ്പോൾ അതിങ്ങനെ ചോദിച്ച് പോക്കെ നടക്കുള്ളൂ. ആളുകളുടെ അത്ര തിരക്കൊന്നുമില്ല. അങ്ങനെ 2-ാം ദിവസമായതുകൊണ്ട് ആൾക്കാർ ഇങ്ങനെ വന്നു തുടങ്ങിയിട്ടുള്ളൂ.
പണികളൊക്കെ ടെൻറ്റിൻ്റെയൊക്കെ നടക്കണ കണ്ട ഓരോ സന്യാസി സമൂഹത്തിൻ്റെ ആശ്രമങ്ങൾ സ്പെഷ്യലാണ്. ചില സന്യാസിമാരുടെ ആശ്രമത്തിന് മുന്നിൽ വലിയ പട്ടാളക്കാരുടെ പോലത്തെ ആൾക്കാരുടെ ഇതുണ്ട്, പ്രൊട്ടക്ഷൻ ഉണ്ട്. കണ്ടില്ലേ, ഓരോരോ സന്യാസി സമൂഹത്തിൻ്റെ താമസിക്കുന്ന സ്ഥലങ്ങളാണത്. ഒരുപാട് ഏക്കറയിൽ വ്യാപിച്ച് കിടക്കുന്നുണ്ട്. അത് വലിയ വൃത്തി കുറവൊന്നുമില്ല, ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും നല്ല വൃത്തിയിൽ അവർ കൊണ്ട് നടക്കുന്നുണ്ട്. സന്യാസിമാരൊന്നും പുറത്തേക്ക് അങ്ങനെ കാണാനൊന്നുമില്ല. ഇവർ സ്പെഷ്യൽ ദിവസങ്ങളിൽ മാത്രമേ വരുള്ളൂ എന്ന് തോന്നുന്നുണ്ട് കേട്ടോ. നമ്മൾ സാധാ ദിവസങ്ങളിൽ അവർ പുറത്തിറങ്ങില്ല. ഞാൻ കാണാനില്ല, ഇനി ഇറങ്ങാണ്ടാണോന്നറിയില്ല. നല്ല പൊടിയാണ് കേട്ടോ. പുറത്ത് ടെൻറ്റ് കെട്ടിയിട്ട് കുറച്ച് സന്യാസിമാരൊക്കെ ഇരിക്കുന്നുണ്ട്. ഞാൻ ആരുടെയെങ്കിലും അടുത്ത് പോയിട്ട് ഒരു ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു. ഇവർ എപ്പോഴാണ് ചൂടാവുക, ഇവർ അയാളുടെ എപ്പോഴും കേൾക്കാമെന്നും പറയില്ലല്ലോ. നമുക്ക് ഈ കേരളത്തിലുള്ളവർക്കുണ്ടല്ലോ ഭക്തി ഒരു ലിമിറ്റേ ഉള്ളൂ, അതിൽ കൂടുതലൊന്നുമില്ല. നല്ല ചീത്തയൊക്കെ സന്യാസിമാരെന്ന് കേട്ടാൽ നമ്മൾ തിരിച്ചും പറയും ഓട്ടോമാറ്റിക് അറിയാതെ. ആ ഒരു കമ്മ്യൂണിസം എപ്പോഴും നമ്മുടെ മൈൻഡിലുണ്ടല്ലോ. അപ്പോൾ നമ്മൾ പതുക്കെ തല്ലിവിടാൻ പോകാറില്ല. അവർ സമ്മതിക്കണമെങ്കിൽ അവരെ ഫോട്ടോ എടുക്കാം. ഇതായിരിക്കണം ഒരാൾ. അപ്പം ഞാനൊന്ന് പതുക്കനൊന്ന് പോയി മുട്ടി നോക്കാം. ബാക്കിയുള്ളവർ ഫോട്ടോ എടുക്കണം, അവരൊന്നും പറയില്ല. അതാ കണ്ട അവിടെയൊക്കെ എടുക്കുകയാണ് അവർ. ഒരാളെ കിട്ടി ഞാൻ കുറച്ച് അതേ ഓരോരുത്തരൊക്കെ എടുക്കുന്നുണ്ടോ. ഒക്കെ ഒരു പ്രത്യേക ഇതിലായിരിക്കുന്നത്, നോർമലായിട്ട് തോന്നണില്ല. ഓരോന്ന് പറയുന്ന ഓരോരുത്തർ എന്താ പറയുക, അവരുടെ ലൈഫിലെ പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടി നടക്കണം. എനിക്കത്ര ഇഷ്ടമായില്ല, ഞാനതുകൊണ്ട് പോവാണ്. മൊത്തത്തിൽ ഇഷ്ടമായില്ല. ഒറ്റയ്ക്കായതുകൊണ്ടാണോ, ആരും ഉണ്ടായിരുന്നില്ല, ഫ്രണ്ട്സ് ഇല്ലാത്തത് കൊണ്ടാണോ, ഒന്നും മനസ്സ് ശരിയില്ലാത്തത് കൊണ്ടാണോ എന്നറിയില്ല. ഞാൻ വിചാരിച്ച ലെവലിലൊന്നും വന്നില്ല. ഞാൻ നേരെ വാരണസിക്ക് തിരിച്ചു പോകാമെന്ന്. അവിടെ പോയിട്ട് നാളെ തിരിച്ച് ദുബായിക്ക് തന്നെ പോകുന്നുണ്ട്. വേറൊരു സന്യാസി ഇരിക്കുന്നുണ്ട്, ചോദിക്കാനൊരു എന്താ പറയുക, വേറൊരാളെയൊക്കെ ഓടിക്കുന്നുണ്ട്. പിന്നെ ഞാനത് അങ്ങനെ ലേഡി സന്യാസിമാരും ഉണ്ട് കേട്ടോ. വേണ്ട, എന്തോ തീരെ ഇൻട്രസ്റ്റ് ഇല്ല പോയിട്ട് സംസാരിക്കാനൊക്കെ. അവിടെ അപ്പുറത്ത് ഫുഡ് കൊടുക്കുന്ന സ്ഥലങ്ങൾ കണ്ട് ഫ്രീ ആയിട്ട് ഫുഡൊക്കെ കൊടുക്കേണ്ട ആൾക്കാർ ക്യൂ നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഇവർ തണുപ്പത്ത് അങ്ങനെ നിൽക്കുക എന്നുള്ളതാണ്. അവിടെ എന്തോ ഫുഡിൻ്റെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. മൊത്തത്തിൽ എന്തോ എൻ്റെ സ്നാനം കഴിഞ്ഞു, ഞാൻ തിരിച്ചു പോകും, അവനെൻ്റെ കാര്യം നോക്കി പോകാന്നുള്ള സന്യാസിമാരെ കാണാനൊന്നും എനിക്ക് സാധിച്ചില്ല. ഒന്നുകൂടി ഒന്ന് ഉഷാറാവണമെന്നുണ്ടായിരുന്നു. മൊത്തത്തിൽ ഫ്രണ്ട്സ് ആരും ഉണ്ടായിരുന്നില്ല, ഒറ്റയ്ക്ക് ആയിരുന്നു. റൂമും ശരിയായിരുന്നില്ല. അപ്പോൾ ആകെ ഒരു മൂഡ് ഓഫ്. എന്തായാലും അടുത്ത തവണ ആരോ കൂടെയൊക്കെ കൂടെ വരാം, അപ്പോൾ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആവും. ഈ സോളോ കുംഭമേള ശരിയായില്ല. ഇപ്പോഴും ടൂ വീലറിൻ്റെ പുറകിൽ കേട്ടാ. നടന്നു പോകാന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല, അത്രയും ഏരിയകളുണ്ട്. എവിടാന്ന് ഇത് കടലിൻ്റെ അടുത്ത പോലെ എവിടെ തെക്കും വടക്കും അറിയില്ലല്ലോ, കുറച്ചധികം ഉണ്ട്. അപ്പം ഞാൻ കുറേ സ്ഥലത്തേക്ക് എന്നെ കറക്കി. പിന്നെ എനിക്ക് എത്ര വടിവെക്കുമെന്ന് അറിയില്ല. എന്നാലും കണ്ടിട്ട് നല്ല എഡ്യൂക്കേറ്റഡ് പയ്യനായിരുന്നു. പക്ഷേ ഞാൻ വിചാരിച്ചേക്കാളും കാശിൻ്റെ അടുത്ത് അവൻ ചോദിച്ചു. ഞാനൊരു 1000 പ്രതീക്ഷിച്ചു. 2-3 മണിക്കൂറിൽ 2500 ചോദിക്കുന്നത്. എന്താ ചെയ്യുക, കൊടുക്കാൻ വേറെ നിവൃത്തിയൊന്നുമില്ല. കുറച്ച് ചില സമയങ്ങളിൽ അങ്ങനെ നമ്മൾ വിചാരിച്ചതൊന്നും നടക്കില്ല. മൊത്തത്തിൽ നെഗറ്റീവായിരുന്നു. നമ്മുടെ ATMിലേക്ക് പോണ വെഹിക്കിളാണെന്ന് കൊണ്ടിട്ടാ, ഈ ടാങ്ക് പോലെ. എന്തായാലും ബൈ വാരണാസി.